ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തരിക്കഞ്ഞിൻ്റെ വീഡിയോ ആണ്. നമ്മൾ സാധാരണ ഇവിടെ നോമ്പിനാണ് തരിക്കഞ്ഞി ഉണ്ടാക്കൽ. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞപ്പോൾ ഒരു പൂതി എല്ലാവർക്കും തരിക്കഞ്ഞി കുടിക്കണമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റും ഉണ്ടാവും. നമുക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് മിൽമയുടെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം അണ്ടിപ്പരിപ്പ് വന്നിട്ട് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആക്കി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുന്തിരിയൊക്കെ പെട്ടെന്ന് കരിയും ചെയ്യും, ആയിട്ടുണ്ടാവില്ല ആ ഒരു രീതിയിലേക്കാരം. നമ്മുടെ മുന്തിരി ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് കോരി മാറ്റാം കേട്ടോ. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ റവ വറുത്തിട്ടാണ് കേട്ടോ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ പാലൊക്കെ ഒഴിച്ചിട്ട് റവ അതിലേക്ക് ഇട്ട് വേവിക്കലല്ലേ പതിവ്. ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് പണിയും കുറച്ച് കുറവാണ്. അപ്പം നമ്മൾ പണി കുറവുള്ളതല്ലേ നോക്കുള്ളൂ. എന്നാൽ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ടേസ്റ്റൊക്കെ അതിനേക്കാളും ഇരട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റവ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ പാലൊഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ അതിനനുസരിച്ച് ഇളക്കി കൊടുക്കുമാണ് കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് കട്ട പിടിക്കും, പിന്നെ കട്ട ഉടയില്ല. പിന്നെ നമ്മൾ റവ വറുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫുള്ള് പാലും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ റവ എടുത്ത ആ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ റവക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എത്ര വെള്ളം പോലെ ഉണ്ടാക്കിയാലും പിന്നെ കുടിക്കാൻ നേരത്ത് കുറുകിക്കൊണ്ടേക്കാരം നല്ല കുറുകി വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി, അപ്പോൾ ശരിയാവും. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലൊന്നും വേണ്ട, ഒരു പിഞ്ച് മതി. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി പാലൊന്ന് തിളച്ച് വരണം കേട്ടോ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു ഏലക്കയുടെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലൊന്നും വേണ്ട, കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പാല്. അതിനുശേഷം ഞാൻ വറുത്ത് കോരി മാറ്റിയ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റവ ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വറുത്തെടുത്തതാണ്, എന്നാലും റവ ഒന്നും കൂടെ ഈ പാലിൽ കിടന്നിട്ടൊന്ന് മിക്സായി ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ നേരത്തെ ആ കൺസിസ്റ്റൻസി അല്ല, ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുടിക്കാൻ നേരത്തെ ഒരു ചെറിയ ഇളം ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നല്ല ഈസിയും അതുപോലെ അതിലേറെ ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ടല്ലോ.